ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് കുറച്ച് ഡിസൈനർ പീസസ് കാണിക്കുന്ന, ഒത്തിരി പീസസ് ചെയ്യാൻ പറ്റണതല്ല. ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഓരോ പീസുകൾ ഞാൻ സാമ്പിൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ 1-2 പീസൊക്കെ ഉള്ളൂ. നമുക്ക് കസ്റ്റമേഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാനും ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ വേറെ ചെയ്തേക്കുന്നത് വിത്ത് മൊഡാൽ സിൽക്ക് ദുപ്പട്ടയായിട്ടാണ്. നല്ല സൂപ്പർ ആണ് കേട്ടോ. ഇതൊരു മെറ്റീരിയൽ ഒരു ഓർഗൻസ, ഒരു സ്മൂത്ത് ഓർഗൻസ ഫാബ്രിക് ആണ്. ഇതിന്റെ ബോർഡർ ഒക്കെ കണ്ടോ, ചെറിയൊരു സാറ്റിൻ ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് ശരിക്കും ഒരു നമ്മുടെ ഈ റിബൺ ടൈപ്പ് ഒക്കെ കണ്ടില്ലേ, അതുപോലെ വരുന്ന നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടൊരു ഷർട്ട് കോളർ പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ കണ്ടോ, അതിന്റെ ബോർഡർ ആണ് ഇതുപോലെ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല, ഇവിടെയും ഒരു ഷൈനിങ് ഉള്ള ഫിനിഷ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഞാനിതുപോലെ നല്ല സിമ്പിൾ ആയിട്ട് നമ്മളൊരു മൊഡാൽ സിൽക്കിന്റെ ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുപ്പട്ടയെ നമുക്ക് അധികം പീസ് ഉണ്ടാവില്ല. ഇത് അടുത്തതാണ് കേട്ടോ, അടുത്ത ദുപ്പട്ട. ഇതും ഒരു സിൽക്കി ദുപ്പട്ടയാണ് കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതുപോലെ വശം മറിച്ചിട്ട് പോയി, ഇതുപോലെയാണ്. ഇതും ഒരു സിൽക്ക്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ക്രോഷോ ലേസ് ഒക്കെ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ എൻഡിൽ ടാസിൽസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ദുപ്പട്ടയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ദുപ്പട്ടയാന്ന് പറഞ്ഞാൽ മതി വേണ്ടത് പെയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത് പിന്നെ ഒരു പാറ്റേൺസ് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇതുപോലെ പ്യുവർ ആയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക് തന്നെയാണിത്. കണ്ടോ, സ്മൂത്ത് ഓർഗൻസ്, അതിനകത്ത് ബനാറസിയുടെ വീവിങ് വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഫുള്ളി യോക്ക് ഇതേപോലെ ഒരു ഗോട്ടയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള പാറ്റേൺ. പിന്നെ വന്നിട്ട് ഇതാണ്, ഇതിന് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പ്യുവർ ആയിട്ടുള്ള, ഇതിനകത്ത് ലൈനിങ് വരെ വെച്ചേക്കുന്നത് നമ്മൾ പ്യുവർ സാൻഡൂൺ ലൈനിങ് ആണ്. ഇതുപോലെയാണ് ഇതിന്റെ യോക്ക് വന്നേക്കുന്നത്. അത്രയും ഒരു കോസ്റ്റ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ആ യോക്ക് വെച്ചേക്കുന്നത്. മെറ്റീരിയലും ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഓർഗൻസ, ഒരു സിൽക്കി ഓർഗൻസയാണ് കണ്ടോ ഇതുപോലെ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പ്രീമിയം ആകുന്നത്. പിന്നെ വന്നേക്കുന്നത് ഇതുപോലെ, ഇതും പ്യുവർ ഓർഗൻസയിൽ വരുന്ന, ഇത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ച് ചെയ്തേക്കുന്നത്. കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഇതിന്റെ ബോർഡറും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒത്തിരി പീസസ് ഇല്ല. പിന്നെ വന്നേക്കുന്നത് ജോർജറ്റ്. ഇതുപോലെ ഇതിന്റെ യോക്കിൽ ഇതേപോലെ ഒരു സിമ്പിൾ ആയിട്ടൊരു ക്രോഷ്യോ ഇത് കൊടുത്തിട്ട് സ്കാലപ്പ് കൊടുത്തിട്ട് സ്ലീവിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതും അതേപോലെ തന്നെ ഒരു പ്രീമിയം തന്നെയാണ്. ഇത് കണ്ടോ, ഇതിന്റെ യോക്കിലോട്ട് ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് എൻഡിലോട്ടും അതേപോലെ തന്നെ നല്ല ഭംഗിയാണിത്. അപ്പം ഇത് ബാക്കും ഫ്രണ്ടും ഈ ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനാണ് ഷർട്ട് കോളറിൽ ഇതേപോലെ ചെയ്തിട്ട് ഇതുപോലെ. ഇത് കണ്ടോ, ഇതിന്റെ ബാക്കും ഫ്രണ്ടും സെയിം ഫാബ്രിക് ഷർട്ട് കോളർ. ഞാനിപ്പോൾ വേറെ ഏതേക്കണതിന്റെ പോലെ തന്നെ സൂപ്പറാണ്. പക്ഷെ നേരത്തെ വേറെ ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് ജോർജറ്റ് കൊടുത്തേക്കുന്നത്, ഫ്രണ്ട് ഇതേപോലെയാണ് കേട്ടോ. അടുത്ത പാറ്റേൺ ഇതാണ്. നല്ല ഭംഗിയാട്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നും നമുക്ക്. ഇതേപോലെ ഇത് സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ നല്ല ഇതുപോലെ സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ച് എൻഡിൽ ഇതേപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു വൈറ്റ് ബോട്ടം പെയർ ചെയ്താൽ മതി. ഇതിന്റെ നെക്ക് ഞാൻ കാണിച്ചത് നേരത്തെ വെയർ ചെയ്തതിന്റെ ഷർട്ട് കോളർ പാറ്റേണിൽ ഇതുപോലെയാണ്. കണ്ടോ, സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ഒരു ഷൈനിങ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഓക്കെ. അടുത്ത പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതുപോലെ തന്നെ ക്ലോസ് കോളർ വന്നിട്ട് ഫുൾ സ്ലീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ മെറ്റീരിയൽ തന്നെ ഒരു ഷൈനിങ് കണ്ടോ നിങ്ങളത്, പ്യുവർ ആയിട്ട് ഒരു പ്യുവർ ഓർഗൻസിയാണ് കേട്ടോ. ഇതുപോലെ ഷൈനിങ് വരുന്നൊരു മെറ്റീരിയൽ, ഡബിൾ ഷെയ്ഡും ഉണ്ട്. ഓക്കെ, യോക്കിൽ ഇതേപോലെ നല്ല പേൾസ് എല്ലാം വെച്ച വർക്കാണ്. അപ്പം ഈ പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നല്ല റിസോർട്ടോ ഷർട്ട് കോളർ. നമ്മൾ വിതൗട്ട് ലൈനിങ് ആണ് കാണുന്നത്, നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. സിമ്പിൾ ആണ്. ബ്ലാക്കിൽ ഇതേപോലെ സ്കാൽപ്പ് വെച്ചിട്ട് സെയിം നമുക്ക് വേണമെങ്കിൽ ഒരു ദുപ്പട്ട പെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പ്യുവർ സിൽക്കാണ് ഇതെല്ലാം. അപ്പം ഇതൊക്കെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ, ബനാറസിയുടെ വീവിങ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു പാറ്റേൺ കാണിക്കാൻ വിട്ടുപോയി. ഇതേപോലെ ഓർഗൻസയിൽ വന്നിട്ടുള്ളതാണ്. ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വിട്ടുപോയതാണ്. ഇതുപോലെ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് ഈ ഒരു നെക്ക് പാറ്റേണിലോട്ട്. നല്ലൊരു ഫാബ്രിക് ആണ്. അപ്പോൾ ഞാനിത് സ്ലീവിലോട്ടും ലൈനിങ് ഉണ്ട്, ഹാൻഡ് വർക്ക് ഉണ്ട് ഓൾ ഓവർ. ഇതിനകത്തൊരു സെൽഫ് ഡിസൈൻ കണ്ടുണ്ടോ ഹാൻഡ് വർക്കിന്റെ തന്നെ. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ജോർജറ്റാണ്, നെക്ക് ഇതേപോലെ വന്നിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നെക്കിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്തിട്ട് വിത്ത് ലൈനിങ് ആണ്. നല്ലൊരു കളറാട്ടോ. ഇതിന് നമ്മൾ ഒത്തിരി പാറ്റേൺസ് ചെയ്തിട്ട് മെറ്റീരിയൽ ആകെ ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. ദുപ്പട്ടയും അതുപോലെ തന്നെ നമുക്ക് ടൈ ആൻഡ് ഡൈ ചെയ്ത് വന്നിട്ടുള്ള പ്യുവർ വിസ്കോസ് ജോർജറ്റിലുള്ള ഇതുപോലെ ബോർഡർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു കണ്ടോ, നല്ല ഭംഗിയാണ് ഈ ദുപ്പട്ട. ഇതിന്റെ പീസസ് എനിക്കില്ല കേട്ടോ അത്രയും. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.